കൂട്ടുകാർക്കും സ്കോർ എൽവി മലയാളത്തിന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ കാരണം ഞാൻ ഓൾറെഡി ഇതിന് മുന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ CBT-1 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലെ പൊളിറ്റി ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ നിന്ന് വന്നു കാണും. എന്ന് പറഞ്ഞാൽ 3 ഷിഫ്റ്റ് കൂടുമ്പോൾ ഒരു ചോദ്യമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നു കാണും. പലതും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റിൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സെഷന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് എന്തായാലും ഉറപ്പാണ്. ആ ഒരു ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ നിന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി പറയുന്നു. മാത്രമല്ല, ഒരു ഷിഫ്റ്റിൽ ചിലപ്പോൾ 2 ചോദ്യങ്ങൾ വരെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ നമുക്ക് CBT-1 തന്നെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ഗ്രാജുവേറ്റ് ലെവലിന്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സമയം കളയാതെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ നമ്മൾ പഠിക്കും. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആർട്ടിക്കിൾ 368 അല്ലെ, 368 പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി വരുത്തുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് അമെൻമെന്റുകൾ പഠിക്കും. ആർട്ടിക്കിൾ 368 കീഴിൽ എത്ര ടൈപ്പ് ഓഫ് അമെൻമെന്റ് ഉണ്ട്, അതല്ലാതെ ഏതൊക്കെ രീതിയിൽ ഭരണഘടനയെ അമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭേദഗതികൾ കംപ്ലീറ്റ് നമ്മൾ പഠിക്കും. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ഇപ്പോൾ അതാ ഈ കഴിഞ്ഞ NTPC CBT-1 ചോദിച്ചിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവൽ CBT-1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് നോക്കി പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ സെഷന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. തുടക്കം തൊട്ട് അവസാനം വരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗം തന്നെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആർട്ടിക്കിളിനെ പറ്റി പറയുമ്പോൾ പഠിച്ചിരിക്കേണ്ട ചോദ്യം ആണിത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഏതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം? ആർട്ടിക്കിൾ 368. ഏത് ഭാഗത്തിനകത്താണ് ആർട്ടിക്കിൾ 368 ഉള്ളത്? ഭാഗം 20. അപ്പോൾ 2 ചോദ്യത്തിനുള്ള ഉത്തരമായി ഇവിടുന്ന്. ഇത് രണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നടത്താൻ പറ്റുന്ന ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 എന്ന ഭരണഘടനാ ഭേദഗതിക്കുള്ള അനുച്ഛേദം അടങ്ങിയിരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിക്കും. ഭാഗം 20. അതാദ്യം തന്നെ മനസ്സിലങ്ങ് ഉറപ്പിക്കുക. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആയി. ഇനി എന്താണ് ഈ ആർട്ടിക്കിളിന്റെ പ്രസക്തി? CBT-1 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിനി വരുന്ന പല സെഗ്മെന്റുകളിലായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. CBT-1 പൊളിറ്റി പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ പൊളിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺസെപ്ച്വൽ ആണ്. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ നിന്ന് മാറി കുറച്ചുകൂടെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ ഓരോ റൂൾ ഓഫ് ലോനെ പറ്റിയിട്ട്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അത് എത്രത്തോളം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള നിങ്ങളുടെ കൺസെപ്റ്റിലുള്ള ധാരണ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രാജുവേറ്റ് ലെവലിന് വന്നിട്ടുണ്ട്, അതും CBT-1. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിനോ അല്ലെങ്കിൽ CBT-2 തീർച്ചയായിട്ടും നമ്മൾ അതിനേക്കാൾ ഒരു പൊടി മുകളിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. കാരണം ഗ്രാജുവേറ്റ് ലെവലിൽ CBT-2 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി കോമ്പറ്റീഷൻ കൂടും. കാരണം CBT-1 ക്ലിയർ ആയിട്ടുള്ള ആളുകളാണ് അതിനകത്ത് മത്സരിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സെഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തി കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. ഇന്ത്യൻ ഭരണഘടനയെ ഒരു ലിവിങ് ഡോക്യുമെന്റ് ആയിട്ട് മാറ്റുന്നത് എന്താണ്? ഈ പറയുന്ന ആർട്ടിക്കിൾ 368 ആണ്. ഇന്ത്യൻ ഭരണഘടനയെ ഒരു ലിവിങ് ഡോക്യുമെന്റ് ആക്കി മാറ്റുന്ന ആർട്ടിക്കിൾ 368 ആണ്. മറ്റ് ഡോക്യുമെന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ പല ബുക്കുകളെ പറ്റി പറയും അല്ലെ, നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റുകളായിക്കോട്ടെ, മറ്റ് ഏതെങ്കിലും ഒരു ബുക്കുകളായിക്കോട്ടെ, അതൊക്കെ വൺസ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിൽ തിരുത്തലുകൾ വരിക, എന്താ പറയുന്നത്, തിരുത്തലുകൾ വരുന്നത് വളരെ കുറവാണ്. വന്നാൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവും താനും. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മുടെ കാലഘട്ടം പുരോഗമിക്കുന്നതനുസരിച്ച്, മാറുന്ന ശരികൾക്കനുസരിച്ച്, മാറുന്ന മൊറാലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭരണഘടനയെ ഭേദഗതി വരുത്തുകയും മാറുന്ന ശരികളെ അതിനകത്തേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു പ്രൊവിഷനും നമ്മുടെ പൂർവികർ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നതും അതിൻ്റെ പ്രൊവിഷൻസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ടായിരിക്കണം NTPC തവണ കൃത്യമായിട്ട് എല്ലാ എക്സാമിനും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 368 ഭാഗം 20 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയെ 2 രീതിയിൽ നിങ്ങൾക്ക് ഭേദഗതി വരുത്താം. അതാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പാർലമെന്റ് മേ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെന്റ് എങ്ങനെയൊക്കെയാണ് അമെൻമെന്റ് വരുത്താൻ പറ്റുക? 1, ബൈ അഡീഷൻ, വേരിയേഷൻ ഓർ റിപ്പീൽ ഓഫ് എനി പ്രൊവിഷൻ. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് കൊടുത്തിട്ടുള്ള ഏത് ഒരു ആർട്ടിക്കിളിൻ്റെയും അഡീഷൻ, അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാം. അതിനെ വേരിയേഷൻ, അതിൽ തിരുത്തലുകൾ വരുത്താം. റിപ്പീൽ ഓർ
ഓഫ് എനി പ്രൊവിഷൻ, അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഭാഗത്തെ കീറി മുറിച്ച് തള്ളിക്കളയാം. അപ്പോൾ ഈ രീതിയിൽ ഭേദഗതി വരുത്താനായിട്ട് നമുക്ക് ആർട്ടിക്കിൾ 368 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? However, the parliament cannot amend those provisions which form the basic structure of the constitution. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ഭേദഗതി വരുത്താനായിട്ട് ആർക്ക് സാധിക്കില്ല? പാർലമെന്റിന് സാധിക്കില്ല. ശ്രദ്ധിക്കണം, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഒരു ബില്ലായതുകൊണ്ട് തന്നെ ആ ബില്ല് കൊണ്ടുവരുന്നത് ആരാണ്? പാർലമെന്റ് ആണ്, നിയമനിർമ്മാണ സഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയല്ല, കേന്ദ്ര നിയമനിർമ്മാണ സഭയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല്. ഓക്കെ, പാർലമെന്റ് ആണ് ബില്ല് കൊണ്ടുവരുന്നത്, പാർലമെന്റ് ആണ് നിയമത്തിന് ഭേദഗതി വരുത്തുന്നത്. പാർലമെന്റ് ഭേദഗതി വരുത്താം, പാർലമെന്റിന് എന്തും ഭരണഘടനയ്ക്കകത്തുള്ള ഭേദഗതികൾ വരുത്താം. എക്സെപ്റ്റ് എന്താണ് കാരണം? അടിസ്ഥാന ഘടന എന്ത് ചെയ്യാൻ പാടില്ല? ഭരണഘടനയുടെ മാറ്റാനായിട്ട് പാടില്ല. ഇത്തരത്തിലൊരു ജഡ്ജ്മെന്റ് ആരാണ് കൊണ്ടുവന്നത്? സുപ്രീം കോടതിയാണ് കൊണ്ടുവന്നത്. സുപ്രീം കോടതിയെയാണ് നമ്മൾ ഭരണഘടനയുടെ കാവലാളായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ ഇന്റർപ്രറ്റർ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഭരണഘടനയിലുള്ള ഓരോ പ്രൊവിഷൻസിന്റെയും വ്യാഖ്യാനം നടത്തുന്ന ആരാണ്? സുപ്രീം കോടതിയാണ്. അതേ സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്, 1973 കേസാണ്. ആ കേസിനകത്തൊരു വിധി പറയുകയാണ്, പാർലമെന്റിന് ഇന്ത്യൻ പാർലമെന്റിന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് പ്രൊവിഷനും അമെൻഡ് ചെയ്യാം. അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഏത് പ്രൊവിഷനും അമെൻഡ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഓബ്വിയസ്ലി സർക്കാർ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആ സമയത്തെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന സർക്കാർ കോടതിയോട് ചോദിക്കുകയാണ്, അപ്പോൾ എന്താണ് ഈ അടിസ്ഥാന ഘടന? അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ നമ്മുടെ ഭരണഘടന നമുക്ക് വേണ്ടി വിഭാവനം ചെയ്ത് അത് എഴുതിയ ആളുകൾ നമുക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള കുറെ മൂല്യങ്ങൾ, കുറെ ആദർശങ്ങൾ, അതാണ് അടിസ്ഥാന ഘടന. അപ്പോൾ അത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ കോടതി പറയും, ഇപ്പോൾ ഇത്രയാണ്, എന്നാൽ കാലാകാലങ്ങളിലായി എന്ത് ചെയ്യുന്നു? ആ ലിസ്റ്റ് വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പാർലമെന്റിന് തോന്നിയോണം ഭരണഘടനയെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഭേദഗതി വരുത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയുടെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ 368, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, ആർട്ടിക്കിൾ 368 പ്രകാരം 2 ടൈപ്പ് ഓഫ് അമെൻമെന്റ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന്, എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് വെച്ചുകൊണ്ട് നമുക്ക് ഭരണഘടനാ ഭേദഗതി വരുത്താം. ഒരു പ്രത്യേക സ്പെഷ്യൽ മെജോറിറ്റിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ പാർലമെന്റിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷന് ഭേദഗതി വരുത്താനായിട്ട് പറ്റും. പക്ഷെ അവിടെ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഒന്നാമത്തെ കാറ്റഗറി. സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ചോദിക്കാതെ പാർലമെന്റിലുള്ള ഇരു സഭകളുടെയും സ്പെഷ്യൽ മെജോറിറ്റിയിൽ നമുക്ക് ഒരു ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റും എങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ടൈപ്പ് 1 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി സംസ്ഥാനങ്ങളിൽ പകുതി സംസ്ഥാനങ്ങളുടെയെങ്കിലും അനുവാദത്തോടു കൂടി പാസ്സാക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലുണ്ട്. അതാണ് നമ്മുടെ ടൈപ്പ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടൈപ്പുകളും 368(1), 368(2) എന്നിങ്ങനെയുള്ള 2 ഉപവിഭാഗങ്ങളായിട്ട് ആ ആർട്ടിക്കിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിയർ ആയി പോയേ? ഇനി ഇതല്ലാതെ ഭരണഘടനാ ഭേദഗതി വരുത്താൻ പറ്റുമോ? ഒബ്വിയസ്ലി വരുത്താൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമെൻമെന്റ് ഓഫ് സർട്ടൻ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിലെ ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യാനായിട്ട് requires amendment by a simple majority of each house present and voting. സിമ്പിൾ മെജോറിറ്റി മതി. ഓരോ ഹൗസിന്റെയും അവിടെ പ്രസന്റ് ആയിട്ടുള്ള ആളുകളുടെ സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാജരായിട്ട് ആളുകളുടെ 50%-നേക്കാൾ കൂടുതൽ. 540 അല്ലെങ്കിൽ 550 അംഗങ്ങളുള്ള സഭയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി എന്ന് പറയുന്നത് 250 ആണ്. 250ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാലാണ് ഭൂരിപക്ഷമാവുള്ളൂ. ഓക്കെ, ഇനി 550 പേരുള്ള സഭയിൽ 275 ആണ്, ഒന്നുകൂടെ കൂട്ടി 276, ആ രീതിയിൽ. ഇനി 550 പേരുള്ള സഭയിൽ 400 പേരെ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ മെജോറിറ്റി എത്രയാണ്? 201 ആണ്. 400 പേര് വന്നിട്ടുള്ളതിന്റെ പകുതിയേക്കാൾ കൂടുതൽ. ഓക്കെ, അപ്പോൾ പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിന്റെ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റിയിൽ ഭരണഘടനയുടെ ചില പ്രൊവിഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭേദഗതി വരുത്താനായിട്ട് പറ്റും. പക്ഷെ അവയെ എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല? They are not deemed to be amendments under Article 368. അനുച്ഛേദം 368ന്റെ കീഴിലുള്ള ഭേദഗതിയായിട്ട് അത്തരത്തിലുള്ള ഭേദഗതികളെ കൂട്ടില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കാം. അപ്പോൾ ഞാൻ 2 ഭേദഗതികളെ പറ്റി പറഞ്ഞു. എന്താണ് ഈ 2 ഭേദഗതി എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ്. ആർട്ടിക്കിൾ 368(2) പറയുന്നു, പാർലമെന്റ് ക്യാൻ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ പാസിംഗ് എ ബിൽ വിത്ത് ദ സ്പെഷ്യൽ മെജോറിറ്റി. ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ബില്ലുകൾ പാർലമെന്റ് പാസ്സാക്കണമെന്ന് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ 2 most important provisions that can be amended by the special majority. But the amendments should be within the basic structure of the constitution. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാന ഘടനയെ, കാതലായിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാനത്തെ ഭേദഗതി വരുത്താത്ത രീതിയിൽ മൗലിക അവകാശങ്ങളെയോ മൗലിക കടമകളെയോ അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളെയോ ഭരണഘടനയുടെ അത്തരത്തിലുള്ള എന്തു ഭാഗത്തെയും ഭേദഗതി വരുത്താൻ പറ്റും യൂസിങ് ദിസ് പ്രൊവിഷൻ.
ഓക്കെ. രണ്ടാമത്തെ ഒരു പ്രൊവിഷൻ എന്താണ്? ദോസ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആർ റിലേറ്റഡ് ടു ദ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ദ പൊളിറ്റി can only be amended by a special majority of the parliament and also with the consent of half of the state legislatures by a simple majority. അപ്പോൾ ഫെഡറൽ സ്ട്രക്ചറെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ അനുവാദം കൂടെ വേണം. സംസ്ഥാന നിയമസഭകളിൽ അവരുടെ സിമ്പിൾ മെജോറിറ്റിയിൽ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുകയും വേണം. എപ്പോഴാണ് അത്തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമായിട്ട് വരുന്നത്? ഒന്ന്, രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന രീതി ഭരണഘടനയ്ക്കകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നാളെ ഒരു സർക്കാർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഭേദഗതിയിലൂടെ ആ തെരഞ്ഞെടുപ്പ് രീതിയെ മാറ്റാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംസ്ഥാനങ്ങളുടെ എന്ത് ചെയ്യണം? അനുവാദം കൂടെ വേണം. അപ്പോൾ 28 സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അതിൽ 14-ൽ കൂടുതൽ സംസ്ഥാനങ്ങൾ അവരെ സംസ്ഥാന നിയമസഭകളിൽ എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കണം. പ്ലസ് പാർലമെന്റും കൂടെ പാസ്സാക്കണം. എങ്കിലേ അതിന് ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ട് അനുവദിക്കുകയുള്ളൂ. തീർന്നില്ല. സുപ്രീം കോടതി ആൻഡ് ഹൈക്കോടതി ജഡ്ജിമാരുടെ അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ സ്ഥലം മാറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ജഡ്ജിമാരുടെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തീരുമാനങ്ങൾ എടുക്കുന്ന ബില്ലുകൾ, റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പാർലമെന്റ്, രാജ്യസഭ സീറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, നമുക്കറിയാവുന്ന പോലെ മറ്റേ യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന സംഭവങ്ങൾ, എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് വരും? ഈ പറഞ്ഞ പോലെ ഭരണഘടനാ ഭേദഗതി ബില്ല് ആർട്ടിക്കിൾ 368(2) നമുക്ക് സ്റ്റേറ്റ്സിന്റെ അനുവാദം കൂടെ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള അമെൻമെന്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറമേ ഉള്ള സിമ്പിൾ മെജോറിറ്റിയിൽ നമുക്ക് ഭരണഘടനയെ ഭേദഗതി വരുത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അത് ആർട്ടിക്കിൾ 368ന്റെ കീഴിലല്ല വരിക എന്നും ഞാൻ പറഞ്ഞു. അത് ഏതാണെന്ന് നോക്കാം. A number of provisions in the Constitution can be amended by a simple majority of the 2 houses of the Parliament outside the scope of Article 368. അത് ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഒരു പുതിയ സംസ്ഥാനത്തെ രൂപീകരിക്കണമെന്നുണ്ടെങ്കിലോ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ ഏരിയയെ, ബൗണ്ടറിയെ, പേരിനെ ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യാം? ഭരണഘടനയെ ഭേദഗതി ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് എന്തിന്റെ കീഴിൽ വരില്ല? ആർട്ടിക്കിൾ 368ന്റെ കീഴിൽ വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ സംസ്ഥാനം ഫോം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഭരണഘടനയെ ഭേദഗതി വരുത്തേണ്ടി വരുന്നത്? നമുക്ക് ഷെഡ്യൂളിനകത്തൊക്കെ പേരുകൾ മാറ്റേണ്ടി വരും അല്ലെ? ഇപ്പൊ സംസ്ഥാനത്തിന്റെ, കേരളത്തിന്റെ പേര് കേരള എന്നുള്ളത് മാറ്റി നാളെ കേരളം എന്നാക്കി മാറ്റി എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ഷെഡ്യൂളിനകത്താണ് ടെറിട്ടറീസിനെ പറ്റി പറയുന്നത്. 28 സംസ്ഥാനങ്ങളുടെ പേരും 8 യൂണിയൻ ടെറിട്ടറിയുടെ പേരൊക്കെ എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ പട്ടികയ്ക്കകത്താണ്. അപ്പോൾ ആ പട്ടികയിൽ കേരള എന്ന് കിടക്കുകയാണ് ഇപ്പോൾ ഭരണഘടന അല്ലെ? ഭരണഘടനയിൽ കേരള എന്നാണ് കിടക്കുന്നത്. അതിനെ വെട്ടി അവിടെ കേരളം എന്നാക്കണം. അതൊരു ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെ? ഉള്ള ഭരണഘടനയിൽ ഒരു തിരുത്തൽ വരുത്തുക എന്ന് പറയുന്നതിനെ ഭേദഗതി എന്ന് വിളിക്കാം. പക്ഷെ അതെന്തല്ല, ആർട്ടിക്കിൾ 368ന്റെ കീഴിൽ വരുന്നതല്ല. പാർലമെന്റിലെ സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കേരളത്തിന്റെ പേര് നാളെ ഗോവ എന്നാക്കാനാണെങ്കിലും പാർലമെന്റിന് സിമ്പിൾ മെജോറിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന കാര്യം, ഒഫീഷ്യൽ ലാംഗ്വേജുകളുടെ കാര്യത്തിലുള്ള തീരുമാനം, സിറ്റിസൺഷിപ്പ്, ഇതാണ് ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഈ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, അതായത് ഓൾറെഡി പാർട്ട് 2 ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ അടങ്ങുന്ന പാർട്ട് 2-നകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിയമം പാസ്സാക്കാനും ആർക്കാണ് പരമാധികാരം? പാർലമെന്റിനാണ് പരമാധികാരം. അപ്പോൾ പാർലമെന്റിന് പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിയമം പാസ്സാക്കാനാണ്? സിമ്പിൾ മെജോറിറ്റി മതി. ഇരു ഹൗസുകളിലും മെജോറിറ്റി ഉള്ള ഒരു പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? പൗരത്വ ഭേദഗതി നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ, ഇവയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ 5-ാമത്തെയും 6-ാമത്തെയും ഷെഡ്യൂൾസിനകത്ത് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിനകത്ത് എത്രയൊക്കെ രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ഉണ്ടെന്നും അവിടെ എവിടെയാണ് അല്ലെങ്കിൽ ഏത് അമെൻമെന്റ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അമെൻമെന്റ്സിനെയാണ് നമ്മൾ ആർട്ടിക്കിൾ 368ന്റെ കീഴിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു അല്ലെ? ഇനി ഈ ആർട്ടിക്കിൾ 368 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസ്, കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞൊരു കേസ് 1973 അവിടെയാണ് അടിസ്ഥാന ഘടന വാദം ആദ്യമായിട്ട് വരുന്നത്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന വാദം ആദ്യമായിട്ട് വരുന്നത് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പോൾ അതിന് മുന്നേ കുറേ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭേദഗതികളെല്ലാം കാലാകാലങ്ങളിലായിട്ട് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കേസുകളിലെല്ലാം കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കേസുകൾ നിങ്ങളൊന്ന് നോക്കി പോകണം. ഇത് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കി പോവുക. ഓക്കെ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ആവശ്യം അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഒരു ടോപ്പിക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
അത്തരത്തിലുള്ള ടോപ്പിക്സ് അങ്ങനെ ഉള്ള സെഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ കേസുകളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ഔട്ട്ലൈൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശങ്കരി പ്രസാദ് കേസ് എന്ന് പറയുന്ന കേസും സജ്ജൻ സിംഗ് കേസ് എന്ന് പറയുന്ന ഒരു കേസ്, ഈ 2 കേസുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. 51ലും 65ലുമാണ് ഈ കേസുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കേസുകൾ വരാനിടയായിട്ടുള്ള സാഹചര്യം, 951 ശങ്കരി പ്രസാദ് കേസ് വരാനിടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് 1ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. 1ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിന് തന്നെ ഒരു കാരണമുണ്ട്. ചെമ്പകം ദൊരൈരാജൻ കേസ് എന്ന് പറഞ്ഞൊരു കേസ്. എന്താണ് കേസിന്റെ പേര്? ചെമ്പകം ദൊരൈരാജൻ കേസ് എന്ന് പറഞ്ഞൊരു കേസ്. ഭരണഘടന ജനുവരി 26, 1950 നിലവിൽ വന്നതിന് ശേഷം ഭരണഘടന നിലവിൽ വന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്കിവിടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, കോളേജുകളുണ്ട്. അതിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സൊക്കെ വരുന്ന സമയത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? മദ്രാസ് മെഡിക്കൽ കോളേജിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്ത് ചെയ്യുന്നു? ഒരു അഡ്മിഷൻ്റെ ഭാഗമായിട്ട് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പൊന്തി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ റിസർവേഷൻ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നു. റിസർവേഷൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ചെമ്പകം ദൊരൈരാജൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? കേസ് കൊടുക്കുന്നു. കേസിൻ്റെ അടിസ്ഥാനം ഇതാണ്. ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, അതിനകത്ത് അന്ന് ഇത്തരത്തിലുള്ളൊരു ഇന്ന് കാണുന്ന പോലുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. 15ഉം 16ഉം പറയുന്നത് അവസര സമത്വത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ അവസര സമത്വത്തിന് എതിരെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലംഘനമാണ് ഈ പറയുന്ന സംവരണം എന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പകം ദൊരൈരാജൻ എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി അതിനെ ശരിവെക്കുകയും ഇത്തരത്തിലുള്ള റിസർവേഷൻസ് പാടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് നെഹ്റു സർക്കാർ എന്ത് ചെയ്യുന്നു? 1ാം ഭരണഘടനാ ഭേദഗതിയായിട്ട് മുന്നോട്ട് വരുന്നു. അതിനകത്ത് ആർട്ടിക്കിൾ 15ഉം 16ഉം എന്ത് ചെയ്യുന്നു? അമെൻഡ് ചെയ്യുന്നു. സ്പെഷ്യൽ എന്ത് ചെയ്യുന്നു? സബ് ക്ലോസുകൾ ആഡ് ചെയ്യുകയാണ്. പിന്നാക്ക സമുദായത്തിന് സംവരണം കൊടുക്കുന്നത് ആർട്ടിക്കിൾ 15ൻ്റെയും 16ൻ്റെയും ലംഘനമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രൊവിഷൻസ് അവിടെ എഴുതി ചേർക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത്തരത്തിലാണ് 1ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത്. അതിനകത്ത് ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്, നമ്മൾ അധികം താമസിക്കേണ്ടത് കാണും. ഇനി അങ്ങനെ 1ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ അതിനെതിരെ കേസ് പോയതാണ് ശങ്കരി പ്രസാദ് കേസ് എന്ന് പറയുന്നത്. ശങ്കരി പ്രസാദ് കേസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 13 അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞ കേസുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു സെഷനിൽ പറയാം. ഓരോ കേസുകൾ എടുത്ത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു കഥയാണ്. അപ്പോൾ ശങ്കരി പ്രസാദ് കേസിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ 1ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എൻ്റെ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്. അത്തരത്തിൽ പാർലമെന്റിന് മൗലികാവകാശങ്ങൾ നിഷേധിക്കാനോ അതിനെ ഖണ്ഡിക്കാനോ അതിനെ ഭേദഗതി വരുത്താനുള്ള അവകാശമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ കോടതിയുടെ സ്റ്റാൻഡ് എന്നാണ്? സുപ്രീം കോടതി held that Parliament has the absolute power to amend the constitution under Article 368. സുപ്രീം കോടതി പറയാണ് പാർലമെന്റിന് പരമാധികാരമുണ്ട്, ഭരണഘടനയിലെ ഏത് പ്രൊവിഷനും അമെൻഡ് ചെയ്യാൻ പാർലമെന്റിന് പറ്റും എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇതേ കേസ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ വിധി തന്നെയാണ് സജ്ജൻ സിംഗ് കേസ് 965 സജ്ജൻ സിംഗ് കേസിനകത്തും ഇതേ വിധി തന്നെയാണ് സുപ്രീം കോടതി പറയുന്നത്. സജ്ജൻ സിംഗിന്റെ കേസിനകത്തും അദ്ദേഹം 17ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ്, അദ്ദേഹത്തിന്റെ ലാൻഡ് റിഫോംസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ കോടതി ചെല്ലുന്നതും അവിടെ ഇതേപോലെ തന്നെ ഒരു വിധി പ്രസ്താവിക്കുന്നതും. പിന്നീട് 967 എത്തുമ്പോൾ സുപ്രീം കോടതി നേരെ യു ടേൺ എടുക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ എന്താണ് പറയുന്നത്? 967 ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, അവിടെയും ഈ പറയുന്ന ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം തന്നെയായിരുന്നു കാരണം. സുപ്രീം കോടതി പറയുന്നു പാർലമെന്റ് cannot amend fundamental rights and this power rests only with the constituent assembly. നേരെ പുറകോട്ടടിക്കുകയാണ് ചെയ്യുന്നത്. 51ലും 65ലെയും വിധി പറയുന്നത് പാർലമെന്റിന് എന്ത് വേണമെങ്കിലും ഭേദഗതി വരുത്താമെന്നാണ്. എന്നാൽ 67 ഗോലക്നാഥ് കേസിൽ പറയുന്നു പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ തൊട്ട് കളിക്കാൻ പറ്റില്ല. മൗലിക അവകാശങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആർക്കാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കാണ്, ഭരണഘടന അസംബ്ലിക്കാണ് പറ്റുക എന്ന് ഒരു വിധി പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് 973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേശവാനന്ദ ഭാരതി ഒരു മലയാളിയാണ്, കാസർഗോഡാണ് അദ്ദേഹത്തിന്റെ മഠം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഭൂപരിഷ്കരണവുമായിട്ട് സ്റ്റേറ്റ് ഓഫ് കേരളയെ ചലഞ്ച് ചെയ്യുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു. ഏറ്റവും വലിയ ദൈർഘ്യമേറിയ ഒരു വിധി പകർപ്പ് തന്നെയാണ്, 13 അംഗ ബെഞ്ചിന്റെ വിധിയായിരുന്നു അത്. അവിടെ പറയുന്നുണ്ട് പാർലമെന്റ് കുഡ് അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു പോവാണ്, വീണ്ടും ഒരു യു ടേൺ അടിക്കുകയാണ്. നമ്മുടെ ഗോലക്നാഥ് കേസിൽ നിന്നും വീണ്ടും യു ടേൺ അടിച്ചുകൊണ്ട് ശങ്കരി പ്രസാദിന്റെയും സജ്ജൻ സിംഗ് കേസിന്റെയും വിധിയെ രണ്ടാമത് കൊണ്ടുവരികയാണ്. ആൻഡ് അവിടെ പറയുന്നു പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ but it cannot alter the basic structure or essential features of the constitution. അവിടെയാണ് അതിന്റെ ഈ പറഞ്ഞ അടിസ്ഥാന ഘടനാവാദം എന്ന് പറഞ്ഞുകൊണ്ട് കേശവാനന്ദ ഭാരതി കേസിൽ ആദ്യത്തെ ഒരു വിധി പകർപ്പ് വരുന്നത്. അതിനുശേഷം ഇന്ദിര, നെഹ്റു, ഗാന്ധി വേഴ്സസ് രാജ്നാരായൺ എന്ന് പറയുന്ന കേസ്
ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും തമ്മിലുള്ള കേസ് 1975 കേസാണ്. അവിടെ ഈ പറയുന്ന അടിസ്ഥാന ഘടനാവാദത്തെ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ ഊന്നി പറയുന്നുണ്ട്. ദി ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ റീഅഫേംഡ് ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് ദ 39th Amendment Act keeping election disputes involving the PM and the special speaker outside the jurisdiction of all courts was invalidated. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ അത് നമ്മൾ പൊളിറ്റി ക്ലാസ്സിൽ ഓൾറെഡി കണ്ടതാണ്. ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികളുടെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയെ പറ്റി ചോദ്യം ചെയ്യുകയും അതിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള പല നിയമങ്ങളെയും എന്ത് ചെയ്യുന്നു, കോടതി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മിനർവ മിൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് വരുന്നു. അവിടെ ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയിട്ടും DPSPയും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള ആ ഹാർമണിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. പിന്നെ വമൻ റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1981 അവിടെ വീണ്ടും ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ പറ്റി പറയുന്നുണ്ട്. ഇന്ദിരാ ഷോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യക്കകത്ത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന അടിസ്ഥാന ഘടനയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിനകത്ത് ഫെഡറലിസം, സെക്യുലറിസം, ഡെമോക്രസി തുടങ്ങിയ ഭാഗങ്ങളെല്ലാം അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് എന്ന്, അല്ലെങ്കിൽ ആ കൺസെപ്റ്റുകളെല്ലാം അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഊന്നി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടിസ്ഥാന ഘടന അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിലായിട്ട് സുപ്രീം കോടതി അതിനകത്തേക്ക് ഐഡിയാസിനെ എന്ത് ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് അതിനും സുപ്രീം കോടതി ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കാലാകാലങ്ങളിലായിട്ട് അതിന്റെ അന്തസ്സത്ത മാറിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ കേവലം ജീവിക്കാനുള്ള ഒരു അവകാശം മാത്രമല്ല, ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള അവകാശം, ശുദ്ധവായു ശ്വസിക്കാനുള്ള അവകാശം, വെള്ളം ലഭിക്കാനുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം, ഇതെല്ലാം റൈറ്റ് ടു ലൈഫിന് അകത്ത് വരുന്നതാണെന്ന് കാലാകാലങ്ങളിലായിട്ട് സുപ്രീം കോടതി പല കേസുകളിലൂടെയും പല നിരീക്ഷണങ്ങളിലൂടെയും അതിൻ്റെ ഈ പറഞ്ഞ അർത്ഥം നമുക്ക് വലുതായി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ കേസുകളുടെയും ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഭേദഗതികളിലേക്ക് കടക്കാം. അതിന് മുന്നേ ഈ ഒരു ചോദ്യം നോക്കുക. ഇത് NTPC 2021 ചോദിച്ചതാണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ദ പാർലമെന്റ് ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ അമെൻമെന്റുകളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഞാൻ ഈ ക്ലാസ്സിനകത്ത് വളരെ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പഠിക്കുക, അതിനകത്ത് ചോദ്യം വരും. ഓക്കെ, ഒന്നാം ഭരണഘടനാ ഭേദഗതി 951. ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ അവിടെ പുതിയതായിട്ട് ഒരു ഷെഡ്യൂൾ, ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനയ്ക്കകത്ത്. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത്, നിലവിൽ വരുന്ന സമയത്ത് 8 ഷെഡ്യൂൾസേ ഉണ്ടായിരുന്നുള്ളൂ. 9ാമത്തെ ഷെഡ്യൂളായിട്ട് അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? ടു പ്രൊട്ടക്ട് ദ ലാൻഡ് റിഫോം ആൻഡ് അതർ ലോസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂ. ഈ 9ാമത്തെ ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളെയെല്ലാം ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ആംബിറ്റിൽ നിന്നും മാറ്റിവെക്കുക. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ആ നിയമത്തിൻ്റെ നിയമപരമായിട്ടുള്ള സാധുതയെ പറ്റിയിട്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതി എന്ത് ചെയ്യുന്നു, റിവ്യൂ നടത്തുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്നും ഈ 9ാമത്തെ ഷെഡ്യൂൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവന്നു. ആൻഡ് 3 more grounds ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അപ്പോൾ ആദ്യം ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷനകത്ത് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ 1ാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയാണ്. എന്ത്? പബ്ലിക് ഓർഡർ, ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ് ആൻഡ് ഇൻസൈറ്റ്മെന്റ് ടു ആൻ ഒഫൻസ്. ഈ 3 കാര്യങ്ങളെ, അതാണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്, ഈ 3 കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യമേ നിങ്ങൾക്ക് അവിടെ ഉള്ളൂ എന്ന് പറയുന്നു. ഓൾസോ ഇറ്റ് മെയ്ഡ് ദ റെസ്ട്രിക്ഷൻസ് റീസണബിൾ ആൻഡ് ദസ് ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത അനന്തമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യാണ്? റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയാണ്. പബ്ലിക് ഓർഡറിനെ മാനിക്കണം. അപ്പം ഞാൻ വന്നിരുന്നിട്ട് എന്തെങ്കിലും ഒരു സമുദായത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റിയിട്ടോ എനിക്ക് തോന്നിയത് വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ഒരു ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇന്നും ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലേ? അതിന് കാരണമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഭേദഗതിയാണ്. അപ്പോൾ 1ാം ഭരണഘടനാ ഭേദഗതി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ 1 മുതൽ 10 വരെയുള്ള ഭേദഗതികൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ 1 കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 7ാമത്തെ ഭേദഗതിയാണ്. വന്ന വർഷം 956 ആണ്. അവിടെ എന്താണ് കൊണ്ടുവന്ന കാര്യം? Extension of jurisdiction of high courts to union territories and establishment of a common high court for 2 or more states. സുപ്രീം ഹൈക്കോടതികളുടെ എക്സ്റ്റൻഷൻ കൊണ്ടുവരികയാണ്. എങ്ങോട്ട്? യൂണിയൻ ടെറിട്ടറീസിലേക്ക് കൂടെ ഹൈക്കോടതികളുടെ ജൂറിസ്ഡിക്ഷൻ്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവരുന്നു. ഇനി കോമൺ ഹൈക്കോർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. 1ൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരൊറ്റ ഹൈക്കോടതി എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് അബോളിഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ടു 4 കാറ്റഗറീസ്.
നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ക്ലാസ് ഒക്കെ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി, 4 രീതിയിൽ സംസ്ഥാനങ്ങളെ ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലെ. ആ ക്ലാസിഫിക്കേഷൻസിന്റെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, അബോളിഷ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് 956 എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ ഫോം ചെയ്തൊരു വർഷമാണ്. അപ്പോൾ ആ ഒരു ഭേദഗതിയാണ് 7ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അങ്ങനെ 1ഉം 7ഉം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഈ 10 വരെയുള്ള അമെൻമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 9ാമത്തെ അമെൻമെന്റ് എന്ന് പറയുന്നത്. 960-ലാണ് 9ാമത്തെ അമെൻമെന്റ് നിലവിൽ വരുന്നത്. അവിടെ അത് ഇമ്പോർട്ടൻ്റ് ആവാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല. ദിസ് അമെൻമെന്റ് എനേബിൾഡ് the transfer of specific territories including the Berubari Union from India to Pakistan as outlined in agreements between the two countries. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ബേരുബാരി എന്ന് പറയുന്ന ആ ഒരു ടെറിട്ടറി അടക്കം എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്കും പാകിസ്ഥാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടെറിട്ടറീസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവന്ന ഭേദഗതിയാണ് 9ാമത്തെ ഭേദഗതി, വർഷം 960. 10ാമത്തെ ഭേദഗതിയോടെ നിങ്ങൾ ഓർത്തിരിക്കുക. ദിസ് അമെൻമെന്റ് ഇൻകോർപ്പറേറ്റഡ് ദാദ്ര ആൻഡ് നാഗർ ഹാവേലി ആസ് എ 7th യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പോൾ ദാദ്ര നാഗർ ഹാവേലി എന്ന് പറയുന്ന ഭാഗത്തിനെ യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആയിട്ട് ആഡ് ചെയ്തത് എത്രാമത്തെ ഭേദഗതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാമത്തെയാണ്. അപ്പോൾ 1, 7, 9, 10 കൃത്യമായിട്ട് പഠിച്ചു പോവുക. 1, 7, 9, 10 കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് അമെൻമെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് മെയ്ഡ് ഓൺ, 1ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 951. അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ളത് പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ 11 തൊട്ട് 20 വരെയുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഈ 2 ചോദ്യങ്ങളൂടെ നോക്കിക്കോ. ഇത് ഇത്തവണത്തെ NTPC ഗ്രാജുവേറ്റ് ലെവലിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് വാസ് സബ്ജക്റ്റഡ് ടു അഡീഷണൽ റെസ്ട്രിക്ഷൻസ് ബൈ ദ ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് ഓഫ് 1951. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി the 9th Amendment Act 1960 was enacted to give effect to which of the following agreements? Indo-Pak Agreement, ബേരുബാരി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡോ-പാക് അഗ്രിമെന്റ് ആണ്. അല്ലെങ്കിൽ തന്നെ ഇതിനകത്തൊരു സംഭവം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1972, 1966 ആൻഡ് 1999 അമെൻമെന്റ് വന്നിരിക്കുന്നത് 1960 ആണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. നമ്മൾ RW സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ചില എന്താ പറയുക മണ്ടത്തരങ്ങൾ ക്വസ്റ്റിനകത്ത് തന്നെ കാണും. അത് ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചതാണ് 9th Amendment Act 1960, ഇൻഡോ-പാക് അഗ്രിമെന്റ് 1958 വരുന്നത്. ഇത് രണ്ടും ഈ തവണത്തെ NTPC CBT 1 ചോദിച്ച ചോദ്യമാണ്, തെറ്റിക്കരുത്. അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള അമെൻമെന്റുകളിൽ 1, 7, 9, 10 കൃത്യമായിട്ട് പഠിച്ചു. അതിനകത്ത് വന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ്സും PYക്കും ഒരുമിച്ചാണ് എടുത്ത് പോകുന്നത്. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് 12ാമത്തെ, നമ്മൾ 11 തൊട്ട് 20 വരെയുള്ള അമെൻമെന്റ്സ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 12ാമത്തെ അമെൻമെന്റ് ആണ്. 12 1961 വരുന്നത്. 1961 നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പോർച്ചുഗീസ് റൂൾ അവസാനിക്കുകയും ദാമൻ ആൻഡ് ദിയു, ഗോവ തുടങ്ങിയവയെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു. 12ാം ഭേദഗതി. ഓക്കെ. 13ാം ഭേദഗതിയിലൂടെയാണ് നാഗാലാൻഡിന് എന്ത് ലഭിക്കുന്നത്, സ്റ്റേറ്റ് ഹുഡ് ലഭിക്കുന്നത്. ചോദ്യം വരും. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നാഗാലാൻഡ് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഇനി 15ാമത്തെ ഭേദഗതി 1963 വരുന്നത്. ദ ഹൈക്കോർട്സ് വെർ എനേബിൾഡ് ടു ഇഷ്യൂ റിറ്റ്സ്. ഹൈക്കോടതികൾക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാം. ഏതാണ് ആർട്ടിക്കിൾ 226. അതൊക്കെ ചോദ്യമാണ്. 226ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതിക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. ടു എനി പേഴ്സൺ ഓർ അതോറിറ്റി ഈവൻ ഔട്ട്സൈഡ് ഇറ്റ്സ് ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ. ഹൈക്കോടതിയുടെ ടെറിട്ടറിക്കകത്ത് വരാത്ത ആൾക്കാരുടെ, അതിന്റെ പേഴ്സൺ ആയിക്കോട്ടെ അതോറിറ്റി ആയിക്കോട്ടെ, അവരുടെ മുകളിൽ എന്ത് ചെയ്യാം, ഹൈക്കോടതിക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാം. സബ്ജക്ട് എന്താണ് കാരണം? ഇഫ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ എറോസ് വിത്ത് ഇൻ ഇറ്റ്സ് ടെറിട്ടോറിയൽ ലിമിറ്റ്സ്. ഈ റിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ആ ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ അകത്താണെന്നുണ്ടെങ്കിൽ അതിന് പുറത്തുള്ള എൻറ്റിറ്റിയുടെ മുകളിലോ പുറത്തുള്ള വ്യക്തിയുടെ മുകളിലോ ഈ ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാം, റിറ്റ് ഇഷ്യൂ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 1963 കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ കർണാടക ഹൈക്കോടതി അല്ലെങ്കിൽ കർണാടകയിലുള്ള ഒരാൾ വന്നിട്ട് കേരളത്തിൽ നിന്ന് ഒരാളെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇൻസിഡന്റ് നടന്നത് കേരളത്തിലാണ്, കേരള ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിറ്റ് ഇഷ്യൂ ചെയ്തിട്ട് ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്തിട്ട് ആ വ്യക്തിയെ, ഈവൻ ദോ ഈ പർട്ടിക്കുലർ കോടതിയുടെ ജുറിസ്ഡിക്ഷൻ അകത്തുള്ള വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ അല്ലെ, ബോഡി പ്രസന്റ് എന്നുള്ള രീതിയിൽ റിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ 15ാമത്തെ ഭേദഗതി ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നുണ്ട്. ഹൈക്കോടതിയും
അവരുടെ പ്രായപരിധി ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാരുടെ പ്രായപരിധി 60-ൽ നിന്നും 62 വയസ്സാക്കി ഉയർത്തി, റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത്. അഡ്ഹോക്ക് ജഡ്ജുകളെ പറ്റിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭേദഗതിയാണ് 15th അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒന്ന് ഓർത്ത് വെക്കുക. 19ാമത്തെ 19th അമെൻമെന്റ് ആക്ട് 1966 വരുന്നത്. അതെന്താ കൊണ്ടുവന്നത്? റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 അമെൻഡ് ചെയ്യുന്നു. അതിലൂടെ എന്ത് കൊണ്ടുവരികയാണ്? പ്രൊവിഷൻസ് ഫോർ ദ ട്രയൽ ഓഫ് ഇലക്ഷൻ പെറ്റീഷൻസ് ബൈ ഹൈക്കോർട്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ഷൻ ട്രിബ്യൂണൽസ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇലക്ഷൻ ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന, അതിന് മുന്നേ ഉണ്ടായിരുന്ന ട്രൈബ്യൂണൽസിനെ എന്ത് ചെയ്യുന്നു? എടുത്തു മാറ്റി. എന്നിട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾക്ക് ആരുടെ ആംബിറ്റിന്റെ കീഴിൽ കൊണ്ടുവന്നു? ഹൈക്കോടതിയുടെ ആംബിറ്റിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. ഹൈക്കോടതിയാണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾക്ക് ഇനി മുതൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇലക്ഷൻ ട്രിബ്യൂണൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ നിന്ന് എടുത്തു മാറ്റി. ഏത് ഭേദഗതിയും ചോദിക്കും? 19ാമത്തെ ഭേദഗതി. അപ്പോൾ 4 എണ്ണമാണ് നമ്മൾ 11-നും 20-നും ഇടയിൽ പഠിച്ചത്. ഏതൊക്കെയാണ്? 12, 13, 15, 19. 12, 13, 15, 19. ആദ്യത്തിൽ 4 പഠിച്ചത് ഏതൊക്കെയാണ്? 1, 7, 9, 10. ഇവിടെ 12, 13, 15, 19. അപ്പോൾ ഓൾറെഡി 8 ഭേദഗതി നമ്മൾ പഠിച്ചു. 12 പറഞ്ഞത് എന്താണ്? 12 1961 വന്നത്. പോർച്ചുഗീസ് റൂൾ അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഗോവ, ദാമൻ ആൻഡ് ദിയുവിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി. 13 എന്താണ് ചെയ്തത്? നാഗാലാൻഡ് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന് സ്റ്റേറ്റ്ഹുഡ് ലഭിച്ചു. 15 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം. അപ്പോൾ കർണാടക ആ തട്ടിക്കൊണ്ടുപോലെ കേസ് ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. റിട്ടയർമെന്റ് ഏജ് 60-ൽ നിന്നും 62 വയസ്സായിട്ട് മാറ്റിയാരുടെ ഹൈക്കോടതി ജഡ്ജിമാരുടെ. 19 തെരഞ്ഞെടുപ്പുകളിലുള്ള ഡിസ്പ്യൂട്ട്സിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം ഹൈക്കോടതികൾക്ക് ലഭിക്കുന്നു. ഇലക്ഷൻ ട്രൈബ്യൂണൽസിനെ എന്ത് ചെയ്യുന്നു? അബോളിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ 12 തൊട്ട് 19 വരെയുള്ള ഭേദഗതികൾ നിങ്ങൾ പഠിച്ചു. ഇനി 24, 25, 26, 20-നും അല്ലെങ്കിൽ 21-നും 30-നും ഇടയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റുകളാണ് 24, 25, 26. മൂന്നും ഒരേ വർഷമാണ്. 1971 ഇന്ദിരാഗാന്ധി കത്തിക്കയറുന്ന സമയമാണ് അധികാരത്തിലേക്ക്. അപ്പോൾ ആ ഒരു സമയം അവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോ ഒക്കെ ആ രീതിയിലായിരുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 24th അമെൻമെന്റ് ആക്ട് എന്തൊക്കെയാണ് പറയുന്നത്? അഫർമേഷൻ ഓഫ് ദ പവർ ഓഫ് ദ പാർലമെന്റ് ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗോലക്നാഥ് കേസ് 967. 967 ഗോലക്നാഥ് കേസിനകത്ത് എന്തായിരുന്നു സുപ്രീം കോടതി വിധി? അപ്പോൾ അന്നത്തെ ജുഡീഷ്യറി ഇത് മുന്നിൽ കണ്ടു കാണായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ഭരണാധികാരിയാണ് മുന്നിൽ വരുന്നത് എന്ന് കണ്ടുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ആ രീതിയിലൊരു വിധി 967 പ്രസ്താവിച്ചത്. എന്തായിരുന്നു വിധി പറഞ്ഞത്? പാർലമെന്റ് കനോട്ട് അമെൻഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. അതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ സജ്ജൻ സിംഗിന്റെയും അതുപോലെ തന്നെ ശങ്കരി പ്രസാദ് കേസിന്റെയും ഒക്കെ വിധിയിൽ നിന്ന് യൂട്ടേൺ അടിച്ചുകൊണ്ട് ഗോലക്നാഥ് കേസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പാർലമെന്റ് കനോട്ട് അമെൻഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ 971 24-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നു ചെക്ക്മേറ്റ്. എന്താ പറയുന്നത്? Affirmation of the power of the parliament to amend any part of the constitution including fundamental rights എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭരണഘടനാ ഭേദഗതി വരുത്തുകയാണ്. ആർട്ടിക്കിൾ 368 പ്രകാരം പറഞ്ഞിട്ടുള്ള ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സും വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോലക്നാഥ് കേസിന് പറഞ്ഞ വിധിക്ക് മുകളിൽ ഒരു ഭേദഗതി കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. It was made compulsory for the president to give his assent to constitutional amendment bill. അപ്പോൾ അതിന് മുന്നത്തെ പോലെ അല്ല. ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പ്രസിഡന്റിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീറ്റോ പവറുകളൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചേ പറ്റൂ എന്നൊരു പ്രൊവിഷൻ കൊണ്ടിരുന്നു. The act seeks to amend Article 13 of the Constitution to make it inapplicable to any amendment of the Constitution under Article 368. Article 13 എന്താ പറയുന്നത്? നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആർട്ടിക്കിൾ 13 എന്താ പറയുന്നത്? ഭാഗം 3, അതായത് ആർട്ടിക്കിൾ 12, 13 തൊട്ട് 35 വരെയുള്ള ഭാഗത്തിനകത്ത് ഉൾപ്പെടുത്തുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, അതിനെ ലംഘിക്കുന്ന എന്ത് നിയമം നിലവിലുണ്ടെങ്കിലും അതെല്ലാം വോയിഡ് ആണ് എന്നാണ് അവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 13 പറയുന്നത്. അപ്പോൾ ആ 13 ഭേദഗതി വരുത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധി പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് അറിയോ? ആർട്ടിക്കിൾ 368 വെച്ചിട്ട് കളിച്ചാൽ ഈ ആർട്ടിക്കിൾ 13 നിലവിൽ വരില്ല. അപ്പൊ ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചുകൊണ്ട് എന്ത് നിയമം വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരാൻ പറ്റും എന്നാണ് അവിടെ 24-ാമത്തെ ഭേദഗതിയിലൂടെ പറയുന്നത്. 25 അതേ വർഷം തന്നെ ഒരു പുതിയ ആർട്ടിക്കിൾ ആഡ് ചെയ്യാണ്, ആർട്ടിക്കിൾ 31C. ഇതിന്റെ പർപ്പസ് എന്തായിരുന്നു? നമ്മുടെ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാനായിട്ട്, അതിലൂടെ നിയമങ്ങൾ ഈ പറഞ്ഞ ലാൻഡ് റിഫോംസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒബ്സ്റ്റക്കിൾസ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആർട്ടിക്കിൾ 31C നമ്മൾ ആഡ് ചെയ്യുന്നത്. ദി ആക്ട് ലിമിറ്റഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി. അപ്പോൾ പ്രോപ്പർട്ടി സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോഴും എന്ത് തന്നെയാണ്? മൗലിക അവകാശം തന്നെയാണ്. പക്ഷേ അതിന്റെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിന്റെ പവറിനെ റെസ്ട്രിക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഏത് അമെൻമെന്റ്? 25th അമെൻമെന്റ്. ഇത് പിന്നീട് 44th അമെൻമെന്റിലാണ് എടുത്തു കളയുന്നത്.
സ്വത്തവകാശം എന്ന് പറയുന്നതിന് ഒരു ലീഗൽ റൈറ്റ് മാത്രമാക്കി മാറ്റുന്നു. 44-ാം ഭരണഘടനാ ഭേദഗതി നമ്മൾ പഠിക്കും. 25 എന്ത് ചെയ്തു? അതിന്റെ അധികാരത്തെ ചുരുക്കി. 26 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 26 എന്ന് പറയുന്ന ഒരു സൂചനയാണ്. എന്താണ്? ഒമിഷൻസ് ഓഫ് ആർട്ടിക്കിൾസ് 29, 291, 362 ആൻഡ് ഇൻസേർഷൻ ഓഫ് ന്യൂ ആർട്ടിക്കിൾ 363. അപ്പോൾ 291, 362 തുടങ്ങിയ ആർട്ടിക്കിൾസിനകത്താണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ പ്രിവി പേഴ്സിനെ അബോളിഷ് ചെയ്ത അമെൻമെന്റ് ആണ് 26-ാം ഭരണഘടനാ ഭേദഗതി. വളരെ ഐക്കോണിക് ആയിട്ടുള്ള വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1948 ഇന്ത്യയിൽ ഒരുപാട് 47 കഴിഞ്ഞ് 48, 49 ആ ഒരു സമയങ്ങളിൽ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ യൂണിയൻ ഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കാണുകയും അവരുടെ അടുത്ത് എഗ്രിമെന്റ് ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റുക. ഇപ്പോൾ ട്രാവൻകൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറ്റുമ്പോൾ ആ രാജാക്കന്മാർക്ക് വർഷാവർഷം കൊടുക്കുന്ന ഒരു കുറെ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ കുറെ പൈസയുണ്ട്. പെൻഷൻ എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിരുന്ന ഒരു പൈസയാണ് ഈ പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. ഇനി മുതൽ അത് വേണ്ട എന്ന് 1971 26-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി തീരുമാനിക്കുന്നു. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമാണ്. ഇതെല്ലാം ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. 24, 25, 26, 20-നും 30-നും ഇടയിൽ ഈ 3 അമെൻമെന്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. 1, 7, 9, 10, 12, 13, 15, 19, 24, 25, 26 അല്ലേ? അപ്പോൾ 8, 3, 11 അമെൻമെന്റുകളായി ഓൾറെഡി. കൃത്യമായിട്ട് ഓരോന്ന് എന്തിനെ പറ്റിയിട്ടാണെന്നുള്ളത് പഠിച്ചിരിക്കുക. ഇനി 31C നമ്മൾ നേരത്തെ കണ്ട ഈ പുതിയ ആർട്ടിക്കിൾ 31C അവിടെ പറയുന്നുണ്ട്. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ 13, no law giving effect to the policy of state towards securing all or any of the principles laid down in part 4. Part 4 എന്താണ്? DPSP shall be deemed to be void on the ground that it is inconsistent with or takes away or abridges any of the rights conferred by Article 14 or Article 19. തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശമോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിൻ്റെയോ ലംഘനമായിട്ട് DPSPനെ പരിഗണിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പാർട്ട് 4-നകത്ത് DPSPക്കകത്ത് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊവിഷൻ, ഇപ്പോൾ പാർട്ട് 4-നകത്ത് പറയുന്നതാണ് നമ്മുടെ സാമ്പത്തിക സമത്വം കൊണ്ടുവരാനായിട്ട്, ഇൻകം ഇൻഈക്വാലിറ്റി കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് ഒരു നിർദ്ദേശമായിട്ട് സർക്കാരുകൾക്ക് ഭാഗം 4-നകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാളെ പറയുകയാണ്, 2 കോടിയിൽ കൂടുതൽ സമ്പാദ്യമുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യണം? അവരുടെ സ്വത്ത് ബാക്കി 2 കോടിക്ക് അപ്പുറത്തുള്ള എമൗണ്ട് കംപ്ലീറ്റ് സർക്കാരിന് തരണം. സർക്കാർ അത് ഇൻകം എന്ത് ചെയ്യുന്നു? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബാക്കി എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുകയാണ് എന്ന് പറയാം. പാർട്ട് 4 പ്രകാരം അത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ആർട്ടിക്കിൾ 13 ഈ ആർട്ടിക്കിൾ 31C പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട് 4 ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 19 കൊണ്ടുവരരുത്. ആർട്ടിക്കിൾ 14 19 ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും കേസിന് പോകരുതെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രൊവിഷൻ ആർട്ടിക്കിൾ 31C ഇന്ദിരാഗാന്ധി മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെ വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത്. ആർട്ടിക്കിൾ 38, അപ്പോൾ 30-നും 40-നും ഇടയിൽ 38 നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. 38-ാമത്തെ അമെൻമെന്റ് ആണ് നമ്മുടെ വാണിംഗ് ആയിരുന്നത്. 975 ആണ്. 975 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അടിയന്തരാവസ്ഥയുടെ സമയമാണ്. 38-ാമത്തെ അമെൻമെന്റിൽ കൊണ്ടുവന്നുള്ള മാറ്റങ്ങൾ നോക്കുക. ആർട്ടിക്കിൾ 123 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ്. 213 ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ. 239B, 352, 356 ഒക്കെ എമർജൻസി പ്രൊവിഷൻസ് ആണ്. 359 എമർജൻസി പ്രൊവിഷൻ ആണ്. 360 എമർജൻസി പ്രൊവിഷൻ ആണ്. ഇതിനെല്ലാം ഭേദഗതി വരുത്തിക്കൊണ്ടാണ് 1975 നാഷണൽ എമർജൻസി ഇന്ദിരാഗാന്ധി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ the emergency was declared as non-justiciable by the President of India. അപ്പോൾ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എമർജൻസിയുടെ കാരണം ചോദിക്കേണ്ട കാര്യമില്ല. The promulgation of ordinances by the President, governors and administrators of Union territories was made non-justiciable. പ്രസിഡന്റ്, രാഷ്ട്രപതിയും ഗവർണറും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളുടെ ഭരണകർത്താക്കളും പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ നോൺ ജസ്റ്റീഷ്യബിൾ ആയിട്ട് മാറുകയാണ്. അതായത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. എംപവർമെന്റ് ഓഫ് ദ പ്രസിഡന്റ് രാഷ്ട്രപതിയെ എംപവർ ചെയ്യുന്നു. എന്തിന്? ടു ഡിക്ലെയർ ഡിഫറെന്റ് പ്രൊക്ലമേഷൻസ് ഓഫ് നാഷണൽ എമർജൻസി ഓൺ ഡിഫറെന്റ് ഗ്രൗണ്ട്സ് സൈമൾട്ടേനിയസ്ലി. പല കാരണങ്ങൾ കൊണ്ട് പല നാഷണൽ എമർജൻസീസ് ഒരേ സമയം നടപ്പിലാക്കാനായിട്ട് രാഷ്ട്രപതിയെ എംപവർ ചെയ്യുന്നു. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭേദഗതിയാണ് 38. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി 42-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 976 ഭരണഘടനാ ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആ ഭരണഘടനാ ഭേദഗതിയെ വിളിച്ചിരുന്നത്. കാരണം അത്രമാത്രം ഭരണഘടനയെ പൊളിച്ചെഴുതിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ്
1976 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട്. അതിൽ ഓരോ മാറ്റങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആദ്യത്തേത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 3 വാക്കുകൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യാണ് പ്രിയാമ്പിളിൽ. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റിയിൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഭാഗം ആഡ് ചെയ്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് പറയുന്ന 2 വാക്കുകൾ ആഡ് ചെയ്തു. ഫണ്ടമെന്റൽ ഡ്യൂട്ടി, മൗലിക അവകാശങ്ങൾ മാത്രമല്ല മൗലിക കടമകൾ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഭാഗം ആഡ് ചെയ്തു ഭരണഘടനയ്ക്കകത്ത്. അത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി പ്രസിഡന്റ് ഷാൽ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിസഭയുടെ തീരുമാനത്തിന് വിധേയപ്പെട്ട് വേണം രാഷ്ട്രപതി തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്തു. ആർട്ടിക്കിൾ 74 ആഡ് ചെയ്യല്ല, അതിന് ഭേദഗതി വരുത്തി. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആഡ് ചെയ്തു. അങ്ങനെ ഒരു പുതിയൊരു ഭാഗം വന്നു, പാർട്ട് 14A. ഇനി ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയൊക്കെ സീറ്റുകൾ 971 സെൻസസ് പ്രകാരം ആയിരിക്കും 2001 വരെ ഇന്ന് ഓൾറെഡി ഭേദഗതി വരുത്തി. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് വെർ മെയ്ഡ് ബിയോണ്ട് ജുഡീഷ്യൽ സ്ക്രൂട്ടിനി. ഭരണഘടനാ ഭേദഗതികൾ ഇനി മുതൽ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് മുകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊവിഷൻ ആഡ് ചെയ്തു. ഓക്കെ, ഇനി കഴിഞ്ഞില്ല. ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിക്കും. 42ാം ഭരണഘടനാ ഭേദഗതി. ഇനി ആസ് ലോങ് ആസ് സർട്ടൈൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് വയലേറ്റഡ്, laws enacted to implement directive principles cannot be deemed invalid by courts. ചില അതെന്താണെന്നുള്ളതല്ല, ചില മൗലിക അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടാത്തിടത്തോളം കാലം ലോസ്, നിയമങ്ങൾ എന്തിനു വേണ്ടി കൊണ്ടുവരുന്നത്? എനാക്റ്റഡ് ടു ഇംപ്ലിമെന്റ് DPSP, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന നിയമങ്ങൾ ചില മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടാത്തിടത്തോളം കാലം എന്തല്ല, ഒരു കോടതിക്കും അതിനെ അസാധുവായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ആഡഡ് 3 ന്യൂ DPSPs, മൂന്ന് പുതിയ DPSPs ആഡ് ചെയ്തു. ഏതൊക്കെയാണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് 39A ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 39A ഫ്രീ ലീഗൽ എയ്ഡിന് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് 43A വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് 48A. ഈ 3 DPSPസും ആഡ് ചെയ്തു. ഇനി ഫെസിലിറ്റേറ്റിംഗ് ദ പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഇൻ എ പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമായിട്ട് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൊണ്ടുവന്നു. ഇനി രാഷ്ട്രപതി ഭരണം 6 മാസം ഉണ്ടായിരുന്നത് 1 വർഷം വരെ ആക്കാനുള്ള പ്രൊവിഷൻസ് കൊണ്ടുവന്നു. 5 സബ്ജക്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമം ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നിടത്തുനിന്ന് അതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക്, എഡ്യൂക്കേഷനൊക്കെ കൺകറന്റ് ലിസ്റ്റിലേക്ക് വരുന്നത് ഈ ഒരു സമയത്താണ്. ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രൊവിഷൻ ഈ സമയത്ത് കൊണ്ടുവന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ആക്ടാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1976. ഓക്കെ, ഇത് DPSPയുടെ ഒരു പിക്ചറാണ്. ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ഹൈലൈറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് കളറിൽ ഞാൻ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ചോദ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ള DPSPs ആണ് ഞാൻ ഈ ടിക്കറ്റിരിക്കുന്നത്. 39, 39A, 43A. ഓക്കെ, ഇതാ ഇവിടെ 48A ഉണ്ട്. ഇനി 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 38 എന്ന് പറയുന്നത്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ളതാണ് 45 എന്ന് പറയുന്നത്. 97ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 43B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 തവണയാണ് അല്ലെങ്കിൽ 4 ഭേദഗതികളിലൂടെയാണ് DPSPനെ അമെൻഡ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ അമെൻമെന്റുകളാണ്? 42, 44, 86, 97. ഈ 4 ഭേദഗതികൾ മാത്രമാണ് DPSPയിൽ വന്നിട്ടുള്ളത്. അത് ഓർത്തിരിക്കുക. 44, 42, 86, 97 കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിനകത്ത് നിന്ന് ചോദ്യം വരും. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇത്തവണത്തെ NTPSC ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഹാസ് നോട്ട് അമെൻഡഡ് എനിത്തിങ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി? നമുക്കറിയാം 86 ഉണ്ട്, ഇവിടെ 86 ഉണ്ട്, 42 ഉണ്ട്, 48 ഇല്ല, 97 ഉണ്ട്, 97 ഉണ്ട്. അപ്പോൾ ഇതിൽ 48 എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി അല്ല. പകരം ഇതിന് പകരം ഇവിടെ 38 ആയിരുന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷനും ആയേനെ. 38ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയും എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? 38 അല്ല, 44. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി which directive principles of the state policy, which DPSP is not added by the 42nd Constitutional Amendment Act? നമുക്കിത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്.
പ്രൊമോഷൻ ഓഫ് ഡെമോക്രാറ്റിക് കൺട്രോൾ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ല. ഇത് 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. അല്ല സോറി, 97ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 97th ഭേദഗതി നമ്മളിവിടെ പഠിച്ചതാണ് അല്ലേ. 97th ആണ് 43B ആണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് 48A ആണ്. ഇത് 42ൽ വന്നതാണ്. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഇതും 42ൽ വന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതിൻ്റെ ആർട്ടിക്കിൾസ് അല്ലേ. ഇവിടെ നോക്കുക, 39A ആണ് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് വരുന്നത് 43A ആണ്. 48A ആണ് എന്ത് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 97ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് വരുന്നത്, പ്രൊമോഷൻ ഓഫ് ഡെമോക്രാറ്റിക് കൺട്രോൾ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ആശയം വരുന്നത്. ഇനി 44ാമത്തെ ഭരണഘടനാ ഭേദഗതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള 42ലെ കുറേ പ്രൊവിഷൻസിനെയൊക്കെ തിരുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ജനതാ സർക്കാരിന്റെ ഭേദഗതിയാണ് 44. 2 വർഷത്തിന് ശേഷം 1978ലാണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത്. അവർ 38ാമത്തെ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്തു DPSPക്ക് അകത്ത്. അതായത് എന്താണ്, ടു മിനിമൈസ് ദി ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം ഇനീക്വാലിറ്റി കുറയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. ഇനി ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ടേമിനെ മാറ്റി എന്താക്കി മാറ്റി, ആംഡ് റിബല്യൺ എന്ന് പറയുന്നതാക്കി മാറ്റി. നാഷണൽ എമർജൻസിക്ക് ആംഡ് റിബല്യൺ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു. ഇനി made the president declare a national emergency only on the written recommendation of the cabinet. അപ്പോൾ ക്യാബിനറ്റ് എന്ന് പറയുന്ന വാക്ക് വരികയും റിട്ടൺ റെക്കമെൻഡേഷൻ ഓഫ് ക്യാബിനറ്റ് എന്ന് പറയുകയും ചെയ്തു. മറ്റേത് ഫോൺ വിളിച്ചാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദിന് ഇന്ദിരാഗാന്ധി പറഞ്ഞത് നാളെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത്. ഇപ്പം അങ്ങനെയല്ല. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കോർ ആയിട്ടുള്ള മന്ത്രിമാരടങ്ങുന്ന സിസ്റ്റമാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ക്യാബിനറ്റ് എന്ത് ചെയ്യണം, ഒരു റിട്ടൺ റെക്കമെൻഡേഷൻ രാഷ്ട്രപതിക്ക് അയക്കണം. അപ്പോൾ അതൊരു ലീഗൽ, അതൊരു ഡോക്യുമെന്റ് ആയിട്ട് അവിടെ ഇരിക്കും, ഒരു തെളിവായിട്ട് അവിടെ ഇരിക്കും അല്ലേ. ഇനി ഡിലീഷൻ ഓഫ് റൈറ്റ് ടു പ്രോപ്പർട്ടിനെ എടുത്തു കളഞ്ഞു. അത് ഇനി മുതൽ എന്തായിട്ട് മാറും, ഒരു ലീഗൽ റൈറ്റ് മാത്രമായിട്ട് മാറും. ഇനി പ്രൊവൈഡഡ് ദാറ്റ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 20 and 21 cannot be suspended during നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസിയുടെ സമയത്ത് ആർട്ടിക്കിൾ 20 ഉം 21 സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണ് 44. കാരണം നാഷണൽ എമർജൻസിയുടെ ആ കൊള്ളരുതായ്മകൾ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം അത്തരത്തിലൊരു പ്രൊവിഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു അധികാരം ആർക്കും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അത്തരത്തിലൊരു ഭേദഗതി അവർ കൊണ്ടുവന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ നിങ്ങൾ NTPC 21 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് ചെയ്തത്, എടുത്തു കളഞ്ഞത് അല്ലേ. was removed from the list of fundamental rights. ഏതാണ്, 44th Constitutional Amendment Act. ഇനി ഇത്തവണത്തെ NTPC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മിനിമൈസേഷൻ ഓഫ് ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം സ്റ്റാറ്റസ് ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആസ് DPSP. ഏതാണ് ആർട്ടിക്കിൾ വരുന്നത്, ആർട്ടിക്കിൾ 38 ആണ്. ഏത് ഭേദഗതിയാണ്, 44. ഇനി വിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഹാവ് ഡിക്രീസ്ഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫ്രം 7 to 6. ഏതാണ് എടുത്തു കളഞ്ഞത്, റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞു അല്ലെ. റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞു 44. ഇനി വിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് എക്സ്പ്ലിസിറ്റ്ലി ഇൻസേർട്ടഡ് ദ ടേം ക്യാബിനറ്റിന്റെ റിട്ടൺ റെക്കമെൻഡേഷൻ വേണമെന്ന് എടുത്തു പറഞ്ഞ ഭേദഗതി എന്താണെന്ന് ചോദിച്ചാൽ 44 അല്ലെ. നമ്മളിപ്പോൾ പഠിച്ചതാണ്, അതെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി 52ാമത്തെ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ നമ്മൾ 50കളിലേക്ക് കിടക്കുകയാണ്. 52ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത് വർഷം 985 ഇങ്ങോട്ട് കടന്നു. ഇന്ദിരാഗാന്ധി യുഗം കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ അവിടെ 52ാം ഭരണഘടനാ ഭേദഗതിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആന്റി ഡിഫെക്ഷൻ ലോ ആണ്. ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് ഡിഫെക്ഷൻ. 10ാമത്തെ ഒരു ഷെഡ്യൂൾ ഇവിടെ ആഡ് ചെയ്യുകയുണ്ടായി. 10ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തു. അപ്പം 1ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 9ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തത്. 52ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 10ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തത്. അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 52 എന്ന് പറയുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ ആണ്. MP-മാരെയും MLA-മാരെയും മാറ്റത്തിന്റെ ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള നിയമമാണ് ഈ പറയുന്നത്. അപ്പോൾ കാശ് വാങ്ങിച്ച് ഒരു പാർട്ടിയിൽ നിന്നും ജയിച്ചു കയറിയ ആൾ എന്ത് ചെയ്യുന്നു, കാശ് വാങ്ങിച്ച് സഭയിൽ വരുമ്പോൾ അടുത്ത പാർട്ടിയിലേക്ക് ചാടിപ്പോകുന്ന പ്രക്രിയ, അതാണ് ഈ കൂറുമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കൂറുമാറ്റുന്ന ആളുകളെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള നിയമമാണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിന് കുറേ കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിനകത്ത് കണ്ടതാണ്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1989 1989 ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തന്നെ വന്ന നിയമമാണ്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായിട്ട് ചുരുക്കി.
വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായിട്ട് ചുരുക്കിയത് 61-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി 65-ാം ഭരണഘടനാ ഭേദഗതി 1990, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 338 എന്ന് പറയുന്ന ആർട്ടിക്കിളും 338A എന്ന് പറയുന്ന ആർട്ടിക്കിളും ആഡ് ചെയ്തു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി എന്താണ് ഒരു നാഷണൽ കമ്മീഷൻ, അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്, ഭരണഘടനാപരമായിട്ടുള്ള പദവിയോട് കൂടിയിട്ടുള്ള ഒരു ബോഡി നിലവിൽ വരുന്നത് 65-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 69th അമെൻമെന്റ് ആക്ട് 1991 അവിടെയാണ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന് പറഞ്ഞുകൊണ്ട് NCT എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും ഒരു കുറച്ചുകൂടെ ഉയർന്ന ഒരു പദവിയിലേക്ക് ഡൽഹിയെ കൊണ്ടെത്തിക്കുന്നത്. NCTയിലൂടെ ഒരു 70 അംഗങ്ങളുള്ള അസംബ്ലിയെയും 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭയെയും എന്ത് ചെയ്യുന്നു, രൂപീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ആൻഡ് ആ ആർട്ടിക്കിൾ ഏതാണ്? 239AA. 239AA എന്ന് പറയുന്ന ആർട്ടിക്കിളിലൂടെയാണ് NCT അഥവാ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന് പറയുന്ന സ്ഥലം നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻ നിലവിൽ വരുന്നത്. അമെൻമെന്റ് 69 വർഷം 991. ഈ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന NCT ആക്ടിനകത്ത് ഇപ്പം വീണ്ടും 2023 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഗവർണറുടെ അധികാരത്തിനകത്തും മുഖ്യമന്ത്രിയുടെ അധികാരത്തിനകത്തൊക്കെ കൃത്യമായിട്ട് ഡിമാർക്കേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒന്ന് നോക്കിപ്പോകുന്നത് നല്ലതാണ്, കറണ്ട് അഫയറിൽ ഉണ്ടായതാണ്. ഓക്കെ, ഇപ്പോൾ 239AA എന്ന് പറയുന്ന ആർട്ടിക്കിൾ, 338, 338EA ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി 69ാമത്തെ അമെൻമെന്റിന് ശേഷം 2 ചോദ്യങ്ങൾ നോക്കുക. 65th അമെൻമെന്റ് ആക്ട് ഓഫ് 1990 ഫോർ ദ വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, വാട്ട് പ്രൊവിഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്? എന്താണ്? ഒരു മൾട്ടി മെമ്പർ നാഷണൽ കമ്മീഷനാണ് അവിടെ കൊണ്ടുവന്നത്, അല്ലെ? ഒരു നാഷണൽ കമ്മീഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 9 ഏതൊക്കെയാണ് ആർട്ടിക്കിൾ? 338ഉം 338Aയും. ഇത് NCSC നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഇത് NCST നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. അടുത്ത്, വാട്ട് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഡിഡ് ദ 69th അമെൻമെന്റ് ആക്ട് 1991 ഗീവ് ടു ഡൽഹി? എന്താണ്? നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി വിത്ത് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി, 70 അംഗ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചു. ഇത് രണ്ടും NTPCക്ക് ഇത്തവണ ചോദിച്ചതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അമെൻമെന്റ് ആണ് 73rd അമെൻമെന്റ് ആക്ട് 1992. പഞ്ചായത്തി രാജ് സിസ്റ്റം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം, അതിന്റെ ഭരണഘടനാ ഭേദഗതിയാണ് 73ാം ഭരണഘടനാ ഭേദഗതി. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ NTPC ഇത്തവണ ചോദിച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ഒരു ക്ലാസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്ക് അതിനനുസരിച്ചിട്ട് വേറൊരു ക്ലാസ്സിൽ ഈ പറയുന്ന പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ പറ്റിയിട്ടും നമ്മുടെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭരണഘടനാ ഭേദഗതിക്ക് അകത്ത് കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 73rd അമെൻമെന്റ് ആക്ട് ഒരു പുതിയ പാർട്ട് ആഡ് ചെയ്തു, പാർട്ട് 9 പുതിയ പാർട്ട് ആഡ് ചെയ്തു. ആർട്ടിക്കിൾസ് 243 മുതൽ 243O വരെയുള്ളതാണ് അവിടെ ഈ അടങ്ങിയിരിക്കുന്നത്. പുതിയൊരു ഷെഡ്യൂൾ ആഡ് ചെയ്തു, 11th ഷെഡ്യൂൾ. അപ്പോൾ 1ാമത്തെ അമെൻമെന്റ് ആഡ് ചെയ്ത ഷെഡ്യൂളാണ് 9. 52ാമത്തെ അമെൻമെന്റ് ആഡ് ചെയ്ത ഷെഡ്യൂളാണ് 10. 73ാമത്തെ അമെൻമെന്റ് ആഡ് ചെയ്ത ഷെഡ്യൂളാണ് 11. 74ാമത്തെ അമെൻമെന്റ് ആഡ് ചെയ്ത ഷെഡ്യൂളാണ് 12. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ രീതിയിലാണ് 4 ഷെഡ്യൂൾസ് ആഡ് ചെയ്യപ്പെട്ടതെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, 29 സബ്ജക്റ്റുകൾ അടങ്ങുന്ന ഒരു പ്രൊവിഷൻസ് ആണ് ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പഞ്ചായത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന 29 പ്രൊവിഷൻസ്. അതിനകത്ത് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി, നമ്മുടെ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാമസഭ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ചിലപ്പോൾ 2 or 3 വാർഡുകൾ കൂടുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു വാർഡ് കൂടുന്നതായിരിക്കും. ഇറ്റ് വേരീസ് വിത്ത് സ്റ്റേറ്റ്. ഗ്രാമസഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഗ്രാമസഭയുടെ കാലാവധിയും ഗ്രാമസഭ എപ്പോൾ സമ്മേളിക്കണം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്, കേന്ദ്രമല്ല. അതുകൊണ്ട് നമുക്ക് അതിന് എന്താണ് കൃത്യമായിട്ട് ഇന്ത്യയിൽ എല്ലാവരുടെയും ഒരേ നിയമമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ അടങ്ങിയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ് ഉള്ള, ഇലക്ട്രൽ റോളിനകത്ത് പേരുള്ള, ഇലക്ട്രൽ ലിസ്റ്റിൽ പേരുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഗ്രാമസഭയ്ക്ക് എന്തല്ല, ഗ്രാമസഭയ്ക്ക് കാലാവധി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു പെർമനന്റ് ബോഡിയാണ്. ഇറ്റ് ഈസ് എ പെർമനന്റ് ബോഡി, ഓൺലി പെർമനന്റ് യൂണിറ്റ് ഇൻ ദ പഞ്ചായത്ത് രാജ്. ഇത് അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ 2 വട്ടമെങ്കിലും സമ്മേളിക്കണം എന്നാണ് പറയുന്നത്. പൊതുവിൽ സ്വാതന്ത്ര്യദിനം, അതുപോലെ തന്നെ നമ്മുടെ റിപ്പബ്ലിക് ഡേ, അങ്ങനെ ഒരു 4 ദിവസങ്ങൾ, ഗാന്ധി ജയന്തി ഒരു 4 ദിവസങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചാണ് പൊതുവിൽ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലും അതിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മൾ അല്ലാതെ തന്നെയും ഗ്രാമസഭ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പാർട്ട് 9
ത്രീ ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. 3 ത്രിതല പഞ്ചായത്തിനെ പറ്റിയിട്ടാണ് പാർട്ട് 9 അഥവാ 73-ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത്. അവിടെ എന്തൊക്കെയാണുള്ളത്? ഒന്ന് ഗ്രാമപഞ്ചായത്ത് അഥവാ വില്ലേജ് ലെവലിൽ ഗ്രാമപഞ്ചായത്ത്, ഇന്റർമീഡിയറ്റ് ലെവലിൽ നമ്മളവിടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന സങ്കല്പം, ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്ന സങ്കല്പം. However, the states which were having population below 20 lakhs, 20 ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണ്ട? ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പഞ്ചായത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് വേണ്ട എന്നും 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നുണ്ട്. ഇനി അതിലുള്ള മറ്റ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, there is a provision for the reservation of seats for SC and ST at every level of പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് എന്ത് ചെയ്യണം? സംവരണ സീറ്റ് വേണം. ആ സംവരണ സീറ്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ 14 വാർഡുള്ള ഒരു പഞ്ചായത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തവണ രണ്ടാമത്തെ വാർഡ് SC റിസർവേഷൻ ഉള്ള വാർഡാണെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ 5-ാമത്തെ വാർഡിലായിരിക്കും SC റിസർവേഷൻ ഉണ്ടായിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് അവരുടെ ജനസംഖ്യാടിസ്ഥാനത്തിൽ ജനസംഖ്യ ആനുപാതികമായിട്ട് ഓരോ പഞ്ചായത്തിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? റിസർവേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇനി പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് കൊടുക്കുന്ന റിസർവേഷൻ സീറ്റുകളിൽ അതിൽ 1/3 സീറ്റ് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരിലെ സ്ത്രീകൾക്കുള്ളതാണ്. അതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. The seats are to be reserved for SC and ST in proportion to their population at each level. Out of these reserved seat, ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഈ സംവരണ സീറ്റുകളിൽ, ആ സംവരണ സീറ്റുകളിൽ 1/3 എന്തിനായിരിക്കണം? ആ വിഭാഗത്തിൽപ്പെട്ട ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കായിരിക്കണം. പൊതുവിൽ 12 സീറ്റാണ് ഒരു പഞ്ചായത്തിനുള്ളതെന്നുണ്ടെങ്കിൽ ആ 12-ലെ 1/3 സീറ്റ് ആർക്കായിരിക്കണം? സ്ത്രീകൾക്കായിരിക്കണം. അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12-ലെ 1/3 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സീറ്റെങ്കിലും ആർക്ക് കൊടുക്കണം? സ്ത്രീകൾക്ക് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി പഞ്ചായത്തിന്റെ കാലാവധി പറയുന്നത് 5 വർഷമാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അതിന് മുന്നേ ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ 6 മാസത്തിനകത്ത് എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് നടക്കണം. ആർട്ടിക്കിൾ 243 എന്ത് ചെയ്യുന്നു? ഡിസ്ക്വാളിഫിക്കേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. 3 ത്രിതല പഞ്ചായത്ത് തലത്തിലുള്ള ആളുകളുടെ ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. ആ ആർട്ടിക്കിൾ പ്രകാരം അവരുടെ ക്വാളിഫിക്കേഷനെ പറ്റിയും പറയുന്നുണ്ട്. MLA ആവാൻ യോഗ്യതയുള്ള ആർക്കും എന്ത് ചെയ്യാം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം. പക്ഷെ ഒരു ഒറ്റ പ്രശ്നമുള്ളൂ. മിനിമം പ്രായപരിധി 21 വയസ്സാണ്. MLAയുടെ മിനിമം പ്രായപരിധി 21 അല്ല. പഞ്ചായത്തിൽ പങ്കെടുക്കാനായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കാനായിട്ടുള്ള മിനിമം പ്രായപരിധി എന്ന് പറയുന്നത് 21 വർഷമാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇനി ഫിനാൻസ് കമ്മീഷൻസ്, സംസ്ഥാന ധനകാര്യ കമ്മീഷൻസിനെ ഫോം ചെയ്യാനായിട്ട് ഉള്ള പ്രൊവിഷൻസിനകത്ത് കൊടുത്തിട്ടുണ്ട്. 5 വർഷം കൂടുമ്പോഴാണ് അത്തരത്തിലുള്ള ധനകാര്യ കമ്മീഷൻസ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഇനി തെരഞ്ഞെടുപ്പുകൾ 243K എന്ന് പറയുന്ന പ്രൊവിഷൻസ് പ്രകാരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ നോക്കി കാണുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളെ രൂപീകരിക്കാനുള്ള പ്രൊവിഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് 73-ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ വർഷം ചോദിച്ചുള്ള ചോദ്യങ്ങളാണ്. Which financial institution was established by the 74th Constitutional Amendment 1992 to review the finances of the urban local government bodies? ഏതാണ്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. 74 ചോദിച്ചിരിക്കുന്നത്. 74 നമുക്ക് പഠിക്കും. 74-ലും 73-ലും ഒരേ കമ്മീഷൻ തന്നെയാണ് പറയുന്നത്. അതായത് ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗര സഭകൾ, അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻസ്, അതിൻ്റെ 3 ത്രിതല ടയറുകൾ, ഇതിലെല്ലാത്തിൻ്റെയും എന്താണ് അതിൻ്റെ പൈസയുടെ ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഫോളോയിങ് ദ പ്രൊവിഷൻസ് ഓഫ് 73rd Constitutional Amendment Act 1992, how frequently are the members of the ഗ്രാമസഭ expected to meet in an year? എത്രയാണ്? അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എൻ ഇയർ ആണ് പറയുന്നത്. According to 73rd Constitutional Amendment Act, which body functions as the foundation of the പഞ്ചായത്തി രാജ് സിസ്റ്റം? ഏതാണ്? ഗ്രാമസഭയാണ് അല്ലേ? ഓക്കെ. ഇതാണ് 74-ാമത്തെ ഭരണഘടനാ ഭേദഗതി. അവരും എന്ത് ചെയ്യുന്നു? ഒരു പുതിയ പാർട്ട് ആഡ് ചെയ്യുന്നു. പാർട്ട് 9A. 243P മുതൽ 243ZG വരെയാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇതിന് നഗരപാലിക ആക്ട് എന്നാണ് വിളിക്കുന്നത്. 93 ജൂൺ 1-ാം തീയതിയാണ് ഇത് നിലവിൽ വന്നത്. ഇതിൽ മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയുന്നതിന് ഡെഫിനിഷനായിട്ട് കൊടുത്തിരിക്കുന്നത് 10 ലക്ഷത്തിൽ കൂടുതൽ ആളുകളുള്ള സ്ഥലത്തെയാണ്. ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആഡ് ചെയ്തതാണ്. ഇനി 243Q എന്ന് പറയുന്ന ആർട്ടിക്കിള് 3 തരത്തിലുള്ള മുനിസിപ്പാലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നഗരപഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. 243Y എന്തിനെ പറ്റി പറയുന്നു? സാമ്പത്തിക ധനകാര്യ കമ്മീഷനെ പറ്റി പറയുന്നു. പാർട്ട് 9-നകത്ത് പറഞ്ഞിട്ടുള്ള അതേ ധനകാര്യ കമ്മീഷൻ തന്നെ, അതായത് പഞ്ചായത്തിന്റെ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന അതേ ധനകാര്യ കമ്മീഷൻ തന്നെയായിരിക്കും ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് മുനിസിപ്പാലിറ്റീസും റിവ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക എന്ന് ഇവിടെ പറയുന്നുണ്ട്. ആണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ 74-ൽ വന്നാലും 73-ൽ വന്നാലും ഒരുപോലെ തന്നെയാണ്. എന്തിൻ്റെ കാര്യത്തിൽ? ധനകാര്യ കമ്മീഷന്റെ കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിലും. 243ZA
makes the provisions that the superintendent's direction and control of the preparation of the electoral rolls for and conduct of all elections to the panchayat and municipalities shall be vested in the State Election Commission. നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളെ പറ്റിയിട്ടും ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിച്ച് പ്രൊവിഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ത്രൂ ദ 74th അമെൻമെന്റ് ആക്ട്, ഏതാണ് പാർട്ട് 9A ആണ്. What major power did the 74th Amendment Act 1992 provide urban local bodies? എന്ത് കൊടുത്തു? അതിന് ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവി കൊടുത്തു. ബാക്കിയുള്ളത് നോക്കുക. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫ്രം സ്റ്റേറ്റ് കൺട്രോൾ, അങ്ങനെയാണോ? അല്ല. 74ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ മുനിസിപ്പാലിറ്റിയും ടൗൺഷിപ്പുകളും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മേയറിന്റെ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ കൗൺസിലറിന്റെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് ആ ഒരു ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ആ ഭേദഗതി കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫ്രം സ്റ്റേറ്റ് കൺട്രോൾ ആണോ? അല്ല. റൈറ്റ് ടു എനാക്ട് നാഷണൽ ലോസ് ആണോ? അല്ല. അതോറിറ്റി ടു കൺട്രോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണോ? അല്ല. ഒട്ട ഓപ്ഷൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഔട്ട്ലൈൻ ഫോർ ഗവർണൻസ്, അല്ലേ? അർബൻ ലോക്കൽ ബോഡീസിനെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവി കൊടുത്തു. ഇപ്പോൾ മേയർ എന്ന് പറയുന്ന സ്ഥാനത്തിന്, അല്ലെങ്കിൽ കൗൺസിലർ എന്ന് പറയുന്ന സ്ഥാനത്തിന്, അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നതിന് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കൊടുക്കാനായിട്ടാണ് 74ാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ട് സാധിച്ചത്. ഓക്കെ. ഇനി which institution has been established by the 74th Constitutional Amendment Act 1992 to conduct multiple elections in each state? ഏതാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, അല്ലേ? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി 86ാമത്തെ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 73നും 74നും ശേഷം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് 86. അത് എങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്? എലമെന്ററി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ച ഭേദഗതിയാണ് 86. വർഷം 2002. ആർട്ടിക്കിൾ 21A, അല്ലേ? ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് നമ്മൾ പഠിച്ചതാണ്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ മൗലിക അവകാശമാണ് എന്ന് പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ 45 DPSPയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഭേദഗതി അമെൻഡ് ചെയ്യുന്നുണ്ട്. 51A അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് ഒരു പുതിയ പ്രൊവിഷൻ ആഡ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ പാരന്റിന്റെയോ ഗാർഡിയന്റെയോ ഡ്യൂട്ടി, കടമയാണ് എന്നൊരു പ്രൊവിഷൻ കൂടെ 86ാം ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അറിയാവുന്ന കാര്യങ്ങളാണ്. റീകളക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ എടുത്ത് പറയുന്നതിനുള്ള സ്പീഡി പറഞ്ഞു പോകുന്നത്. ഇങ്ങോട്ട് വരുന്നതോറും നിങ്ങൾ പഠിച്ചിട്ടുള്ള അമെൻമെന്റ്സ് ആയതുകൊണ്ടാണ്. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും നോക്കി പോവുക. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസത്തെ, പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായിട്ട് കൊണ്ടുവരുന്നു. ആർട്ടിക്കിൾ 21A. DPSPയിൽ ആർട്ടിക്കിൾ 45 എന്ത് ചെയ്യുന്നു? അമെൻഡ് ചെയ്യുന്നു. ഇനി 51A അതിനകത്ത് ഒരു പുതിയ പ്രൊവിഷൻ ആഡ് ചെയ്തുകൊണ്ട് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ലീഗൽ ഗാർഡിയന്റെയോ മാതാപിതാക്കളുടെയോ കടമയാണ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. 86ാമത്തെ ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം 10 വർഷം കഴിഞ്ഞ് അടുത്ത 97ാമത്തെ ഭരണഘടനാ ഭേദഗതി കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതെന്ത് ചെയ്യാണ്? ഭരണഘടന സ്റ്റാറ്റസ് കൊടുക്കുന്നു. ആർക്ക്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്. ഒരു പുതിയ പാർട്ട് ആഡ് ചെയ്യുന്നു, പാർട്ട് 9B. അപ്പോൾ പാർട്ട് 9 ഏത് ഭേദഗതിയിലാണ്? 73ലാണ്. 9A ഏതിലാണ്? 74ലാണ്. 9B ഏതിലാണ്? 97ലാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോകാൻ തെറ്റിക്കരുത്. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 243ZH മുതൽ 243ZT വരെയാണ്. ഓൾറെഡി നമ്മുടെ DPSPക്ക് അതൊരു പുതിയ പ്രൊവിഷൻ ആഡ് ചെയ്തു, നമ്മൾ അവിടെ കണ്ടതാണ്, അല്ലേ? DPSPയിൽ 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 38 കൊണ്ടുവന്നത്, അല്ലേ? 44ത്തിലൂടെ ആർട്ടിക്കിൾ 38 കൊണ്ടുവന്നു. 42ണ്ടിലൂടെ ഒരുപാട് ആർട്ടിക്കിൾസ് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ പഠിച്ച ഏതാണ്? 97ത്തിലാണ് ഈ പറഞ്ഞ 43B കൊണ്ടുവരുന്നത്, അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചതാണ് 86th, തൊട്ട് മുന്നേ പഠിച്ചത് 86ത്തിലാണ് ഏത് കൊണ്ടുവരുന്നത്? ആർട്ടിക്കിൾ 45 കൊണ്ടുവരുന്നത്. ഇതിനകത്താണ് 39A വരുന്നത്, 38B വരുന്നത്, 48A വരുന്നത്. ഇതെല്ലാം ഇതിനകത്താണ്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിക്കകത്താണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് പോവുക. ഇനി സ്റ്റേറ്റ്സ് വർ റിക്വയർഡ് ടു അമെൻഡ് ദെയർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ലോസ്. സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ലോസ് അമെൻഡ് ചെയ്യണം. 2012ലാണ് ഈ നിയമം വരുന്നത്. ഈ നിയമം വരുന്നതിനേക്കാൾ മുന്നേ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളിൽ വേറെ നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷേ നാഷണൽ ലെവലിൽ ഒരു യൂണീക്നെസ് കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന സഹകരണ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഈ നിയമം വന്ന്, അല്ലെങ്കിൽ ഈ ഭരണഘടനാ ഭേദഗതി വന്ന് 1 വർഷത്തിനകം ഭേദഗതി വരുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The word cooperatives was added after unions and associations in Article 19(1). അപ്പോൾ അത് ചോദിക്കും കേട്ടോ.
97ാമത്തെ ഭരണഘടനാ ഭേദഗതി ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്? ഒന്ന് പുതിയതായിട്ട് ആഡ് ചെയ്തു 243 ZH2 243 ZT വരെ. 243B എന്ന് പറഞ്ഞുകൊണ്ടൊരു DPSP ആഡ് ചെയ്തു. 3 ഫണ്ടമെന്റൽ റൈറ്റ്സിലെ 19 ആർട്ടിക്കിൾ 19ലെ 1 സബ്സെക്ഷൻ സി നമുക്ക് ഫോർമേഷൻ ഓഫ് അസോസിയേഷൻസ് അല്ലേ, സ്പീച്ചിനുള്ള അവകാശം, അസംബിൾ ചെയ്യാനുള്ള അവകാശം, അസംബിൾ ചെയ്ത ആൾക്കാരെല്ലാവരും കൂടെ അസോസിയേഷൻ ഫോം ചെയ്യാനുള്ള അവകാശം. ആ അസോസിയേഷന്റെ കൂടെ എന്തുകൂടെ അവർ ആഡ് ചെയ്തു? കോപ്പറേറ്റീവ്സ് എന്നുള്ളൊരു സംഭവം കൂടെ ആഡ് ചെയ്തു. യൂണിയനും അസോസിയേഷനും മാത്രമല്ല സഹകരണ മേഖലകൾ കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങാൻ പറ്റും. ദിസ് എനേബിൾസ്, ഇത് എന്തിന് കാരണമാകുന്നു? ഓൾ ദ സിറ്റിസൺസ്, എല്ലാ പൗരന്മാർ, ആർട്ടിക്കിൾ 19 ആണ്, പൗരന്മാർക്കുള്ള അവകാശമാണ്. ടു ഫോം കോഓപ്പറേറ്റീവ്സ് സഹകരണ മേഖലകൾ ഫോം ചെയ്യാം ബൈ ഗിവിംഗ് ഇറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം റൈറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. റൈറ്റ് ടു ഫോം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഇതൊക്കെ ഈ കൺസെപ്ച്വൽ ആയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞേക്കരുത് കേട്ടോ. ഇനി ആർട്ടിക്കിൾസ് നോക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി വാസ് ആഡഡ് ബൈ ദ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഏതാണ്? 43B. ആഫ്റ്റർ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഫോർ ഹൗ ലോങ് ക്യാൻ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ലോ that is inconsistent with amendment remain in force? 1 വർഷം, നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ. Which constitutional amendment recognized the right to form cooperative societies as the part of fundamental right? ഏതാണ്? 97th Amendment Act. Which constitutional amendment recognized the right to form cooperative societies as a part of fundamental rights? ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇത്തവണ ചോദിച്ചാണ്. 97ാമത്തെ ഭരണഘടനാ ഭേദഗതി. 97 കഴിഞ്ഞ് നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് നടന്നിട്ടുള്ള ഒരു 6-7 അമെൻമെന്റ്സ് അങ്ങ് കൃത്യമായിട്ട് പഠിച്ചു പോവാം. 99ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത് 2014 അതിന് പ്രസക്തിയില്ല. 2014 പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന കൊളീജിയം സിസ്റ്റത്തിനെ അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ അഥവാ NJAC എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്മീഷൻ ഫോം ചെയ്യാനും ആ കമ്മീഷൻ മുഖാന്തരം സുപ്രീം കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു ഭേദഗതി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷം 2015 തന്നെ സുപ്രീം കോടതി ഈ ഭരണഘടനാ ഭേദഗതിയെ 99ാം ഭരണഘടനാ ഭേദഗതിയെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് വോയിഡ്, നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ തള്ളി, അതിനെ വെട്ടി. അടുത്തത് 100ാം ഭരണഘടനാ ഭേദഗതി. 100ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ടു അക്വയറിംഗ് ഓഫ് ടെറിട്ടറീസ് ബൈ ഇന്ത്യ ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് സർട്ടൻ ടെറിട്ടറീസ് ടു ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലേക്ക് കുറച്ച് ടെറിട്ടറീസ് കൊടുക്കുന്നതിനും അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് എൻക്ലേവ്സ് വാങ്ങിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു 100ാം ഭരണഘടനാ ഭേദഗതി. 101 2016 എന്താണ്? GST അല്ലെ, ഡിമോണിറ്റൈസേഷന്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ഒരു സംഭവമാണ് GST എന്ന് പറയുന്നത് പ്രാബല്യത്തിൽ വന്ന് 2017 പുതിയൊരു ആർട്ടിക്കിൾ ആഡ് ചെയ്തു, ആർട്ടിക്കിൾ 279A. അത് പ്രകാരം നിലവിൽ വന്ന പുതിയ ഭരണഘടനാ ബോഡിയാണ് GST കൗൺസിൽ. GST കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 279A. ഓക്കെ, 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. 102 2018 നിലവിൽ വന്ന NCBC, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അപ്പോൾ അതിന് മുന്നേ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറയുന്നതിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി, ഒരു നിയമത്തിന്റെ പിൻബലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 2018 ആർട്ടിക്കിൾ 338B എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ആർട്ടിക്കിൾ ആഡ് ചെയ്യുകയും നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഭരണഘടനാ സ്റ്റാറ്റസ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആർട്ടിക്കിൾ 338 NCSC ആണെന്നും 338A NCST ആണെന്നും 338B NCBC ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ. 103ാം ഭരണഘടനാ ഭേദഗതി EWS 10% മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക്, മുന്നാക്ക സമുദായത്തിലെ ആളുകൾക്ക് 10% റിസർവേഷൻ കൊടുത്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് 103ാം ഭരണഘടനാ ഭേദഗതി, വർഷം 2019. EWS റിസർവേഷൻ. 104 2020 വന്നിരിക്കുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? SC/ST റിസർവേഷൻ നമ്മുടെ ഈ പറഞ്ഞ ലോകസഭ അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പുകളിലുള്ള പട്ടികജാതി പട്ടികവർഗക്കാരുടെ റിസർവ്ഡ് സംവരണ സീറ്റുകളുടെ കാലാവധി 10 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. മാത്രമല്ല ആംഗ്ലോ ഇന്ത്യൻസിന് കിട്ടിയിരുന്ന റിസർവ്ഡ് സീറ്റ്സിന് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ആംഗ്ലോ ഇന്ത്യൻസിന് കിട്ടിയിരുന്ന റിസർവ്ഡ് സീറ്റ്സിന് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ഏത് ഭേദഗതി? 104ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇനി 105
2020 105 ഭരണഘടനാ ഭേദഗതി വരുന്നത്. എന്ത് ചെയ്യുന്നു? ഇറ്റ് റീസ്റ്റോർഡ് ദ പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ടു ഐഡന്റിഫൈ ആൻഡ് റെക്കഗ്നൈസ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ്. അപ്പോൾ SC/BC-കാരെ ഈ പറഞ്ഞ പോലെ ഐഡന്റിഫൈ ചെയ്യാനുള്ള, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകളെ വിനിയോഗിച്ചുകൊണ്ടുള്ള ഭേദഗതിയാണ് 105. ഇത് നിലവിൽ വന്നത് ഓഗസ്റ്റ് 15, 2021 ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ലാസ്റ്റ് റീസെന്റ് ആയിട്ട് വന്നതുകൊണ്ട്. ഓക്കെ. 106 ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള അമെന്റ്മെന്റ് ആണ് 106. വുമൺ റിസർവേഷൻ ആക്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ലോകസഭയിലുള്ള 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി സംവരണ സീറ്റായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ അമെന്റ്മെന്റ് സെപ്റ്റംബർ 2023 പാസ് ചെയ്യുന്നത്. സെപ്റ്റംബർ 28, 2023 പ്രസിഡന്റിന്റെ അസെന്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടുകൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഈ ലാസ്റ്റ് വന്ന അമെന്റ്മെന്റ് ആക്ടുകളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വാട്ട് പ്രൊവിഷൻ വാസ് എക്സ്റ്റെൻഡഡ് അണ്ടർ ദ 104th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 2020? ഏതാണ്? റിസർവേഷൻ ഫോർ SC/ST ഇൻ ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷൻ എന്ത് ചെയ്യുന്നു? എടുത്തു കളയുന്നു. ഇനി NJAC ഞാൻ ഓൾറെഡി കണ്ടു. പറഞ്ഞു വിച്ച് കേസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സുപ്രീം കോർട്ട് സ്ട്രൈക്കിംഗ് ഡൗൺ ദ 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് NJAC? ഏതാണ്? സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ കേസ് 2015. കൊളീജിയം സിസ്റ്റം എടുത്തു കളഞ്ഞ കേസിനെ പറ്റിയാണ് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. കേശവാനന്ദ ഭാരതി കേസ് എന്താണെന്നും ഗോലക്നാഥ് കേസ് എന്താണെന്നും മിനർവ മിൽ കേസ് എന്താണെന്നുള്ളതൊക്കെ. ഓക്കെ. ഇനി which of the following is not correct with respect to the amendment in the Constitution of India? അപ്പോൾ അതിൽ 72ാമത്തെ ഭരണഘടനാ ഭേദഗതി റെന്റ് കൺട്രോൾ ട്രിബ്യൂണൽസ് നമുക്കറിയില്ല. 102 നമ്മൾ പഠിച്ചു, NC/BC കറക്റ്റാണ്. 101 GST കറക്റ്റാണ്. 61, 21 തൊട്ട് 18 കറക്റ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റ് ഏതാവാനാണ് സാധ്യത? 72ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇനി which article of the Constitution of the India gives the Parliament the power to amend the Constitution? ഏതാണ്? ആർട്ടിക്കിൾ 368 നേരത്തെ കണ്ട ചോദ്യമാണ്. ഇനി the 100th Amendment 2015 of the Indian Constitution deals with എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലാൻഡ് റിഫോം അഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഓക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ത്യൻ